എക്കാറ്റോളുടെ പുസ്തകമാണ് ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം. ഈ പുസ്തകത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം കുറേ ആളുകളൊക്കെ ജീവിക്കുന്ന ഇന്നും പാസ്റ്റിലാണ്, കഴിഞ്ഞ കാലത്ത് ജീവിക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ വേദനകളെക്കുറിച്ച് ഓർത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നെ അവരെ വേദനിപ്പിച്ചു, എന്നെ ഉപദ്രവിച്ചു, എന്നെ അവർ സഹായിച്ചില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ്, ആങ്ഷ്യസായി ജീവിക്കുകയാണ്. എൻ്റെ ഭാവി എന്താകും, എനിക്ക് ജോലി കിട്ടുമോ, എൻ്റെ ജോലി നഷ്ടപ്പെടുമോ, ഞാൻ കടക്കാരനാകും, എനിക്ക് രോഗം വരുമോ, ഇങ്ങനെ പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിച്ച് തീർക്കുന്ന ആളുകളാണ് കുറേയധികം ആളുകൾ. എന്നാൽ ഈ പുസ്തകം ഓർപ്പിക്കുകയാണ് പവർ ഓഫ് നൗ. ഇന്ന് എന്ന് പറയുന്ന ആശയത്തിന് വളരെയധികം ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഇപ്പോൾ ജീവിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ആവലപ്പെടുന്നതും എന്തിനെക്കുറിച്ചാണ്? ഇന്ന് തന്നെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അതേ പറഞ്ഞ ഈഗോ ഈസ് ദ സോഴ്സ് ഓഫ് സഫറിങ് എന്നാണ് എക്കാറ്റോളെ പറയുന്നത്. ഈഗോ, സ്വയം. നാം പലപ്പോഴും ആവലാതിപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ വ്യാകുലപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ സേഫ് ആക്കണം, എൻ്റെ കാര്യങ്ങൾ നന്നാക്കണം, എനിക്ക് കഴിയുമോ, ഇങ്ങനെയുള്ള ആവലാതികളാണ് നമ്മെ പലപ്പോഴും ഈ പറയുന്ന ടെൻഷനിലേക്കും അതുപോലെ ഈ ശരീരത്തിലെ പെയിനിലേക്കും എല്ലാം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ എക്കാറ്റോളെ പറയുകയാണ് പെയിൻ ബോഡി എന്ന് പറയുന്ന ആശയം. നമ്മളെ പെയിൻ ആക്കുന്ന, നമ്മളെ രോഗമാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അസുഖങ്ങൾ വരുത്തുന്ന, ശക്തി കുറയ്ക്കുന്ന ഒന്നാണ് ഈഗോ എന്ന് പറയുന്നത്. അത് പാസ്റ്റിൽ ജീവിക്കുന്നതാകാം, ഫ്യൂച്ചറിൽ ജീവിക്കുന്നതാകാം. കഴിഞ്ഞ കാലത്തിലെ ഞാനും നാളെ എന്താകും എന്നുള്ള അവസ്ഥയും ഈ ഈഗോ നമ്മെ സഫറിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം പറയുകയാണ് അക്സെപ്റ്റ് ആൻഡ് സറണ്ടർ. ഞാൻ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിന് സറണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇക്കോട്ടോളെ ചോദിക്കുന്നുണ്ട്. ഇപ്പം അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക, അത് പാസ്റ്റിലെ തോൽവികളെയും പരാജയങ്ങളെയും ഓർത്ത് ദുഃഖിക്കാതെയും ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നാം ആകുലപ്പെടാതെയും ഇരുന്നുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥ. പലപ്പോഴും ആളുകൾ ചോദിക്കും ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പറയുന്നുണ്ട്, നൗ എന്ന് പറയുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്, പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇന്ന് ജീവിക്കാൻ പറ്റുക? അപ്പോൾ അതിന് ഇദ്ദേഹം തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ സൈലൻസ് എന്ന് പറയുന്നത് നാം സൈലൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് നമ്മുടെ ചുറ്റുപാട് ശബ്ദങ്ങൾ, നമ്മുടെ തന്നെ ശ്വാസോച്ഛ്വാസം, ചെറുതായ നനത്ത ശബ്ദങ്ങൾ, ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കും. അപ്പോൾ അതിന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് സാധിക്കുന്നത്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും സൈലൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നാം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്, കാണുന്നത്, കേൾക്കുന്നതെല്ലാം നൗ അല്ലെങ്കിൽ പ്രസൻറ്റ് തന്നെയാണ്. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഈ സൈലൻസിലൂടെ, ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് പതിയെ പതിയെ നമുക്ക് ഈ നൗവിൽ ജീവിക്കാൻ സാധിക്കും. പലപ്പോഴും എനിക്കൊക്കെ പറ്റാത്ത കാര്യമാണ്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വാഹനം ഓടിച്ച് പോവുമായിരിക്കാം, ചിലപ്പോൾ എവിടെയെങ്കിലും വാഹനത്തിൽ ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. കുറേ നേരം കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചിന്തകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനെ മറികടക്കണമെങ്കിലാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് എന്തും ചിന്തിക്കാം, നമുക്ക് എന്ത് ചിന്തകളെ നമുക്ക് എൻ്റർടൈൻ ചെയ്യാം. പക്ഷേ ഇതിന് എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? കാരണം ഈ ശ്വാസം എന്ന് പറയുന്നത്, ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് പ്രസൻറ്റിലാണ്. പാസ്റ്റിലെ ശ്വാസം നമുക്ക് ഇപ്പോൾ ശ്വസിക്കാൻ സാധിക്കില്ല, ഫ്യൂച്ചറിലെയും ശ്വസിക്കാൻ സാധിക്കില്ല. ഈ ശ്വാസം തീർന്നാൽ നാം ഇന്ന് ഇല്ലാതെ തീർന്നിരിക്കുന്നു, അല്ലേ? അതുകൊണ്ടാണ് ശ്വാസത്തെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്. അതാണ് ജീവൻ, ഇന്നിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓരോ നിമിഷവും നാം യാത്ര ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നമുക്ക് മുഴുകാൻ സാധിക്കുന്നുണ്ടോ? പലർക്കും ഈ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള കാരണം, ശ്രദ്ധയില്ലാത്തതിൻ്റെ കാരണം, അറ്റൻഷൻ നഷ്ടപ്പെടാനുള്ളതിൻ്റെ കാരണങ്ങൾ ഇത് തന്നെയാണ്. എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഈ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, സൈലൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നാം ഒരു കാര്യം ചെയ്യുമ്പോൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ വേറെ എന്തെല്ലാമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? പലപ്പോഴും പാസ്റ്റിലോ പ്രസൻറ്റിലോ ഉള്ള എന്തെങ്കിലും കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.